ഫിഫ വേൾഡ് കപ്പ് 2026 നാലാം ദിവസത്തെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകം ഏറ്റവും ഉറ്റുനോക്കുന്ന രണ്ട് മത്സരങ്ങളാണുള്ളത്. ഒന്ന് ജർമ്മനി, കൊറോവ, രണ്ട് നെതർലാൻഡ്, ജപ്പാൻ. ഈ രണ്ട് മത്സരങ്ങളാണ് ഫുട്ബോൾ ലോകം ഇന്ന് ഏറ്റവും ഉറ്റുനോക്കുന്നത്. അതിൽ ജർമ്മനി നമുക്കറിയാം. ജർമ്മനി ഫുട്ബോളിലെ പ്രഗത്ഭമായിട്ടുള്ള ശക്തിയാണ്. 1930 വേൾഡ് കപ്പ് ആരംഭിച്ചത്. 1930 ആരംഭിച്ച വേൾഡ് കപ്പ് ഇന്ന് 23ാമത്തെ വേൾഡ് കപ്പാണ് നടക്കുന്നത്. ആ 23 വേൾഡ് കപ്പിൽ 8 തവണ ഫൈനലിലെത്തിയ ടീമാണ് ജർമ്മനി. 4 തവണ അവർ ചാമ്പ്യന്മാരായിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്തായിട്ട് ജർമ്മനി ഒരു പ്രതാപം എത്തിയിട്ടില്ല. അവർക്ക് പ്രതാപം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 2014 ജർമ്മനി അവസാനമായിട്ട് ചാമ്പ്യന്മാരാവുന്നത്. 2014 ചാമ്പ്യന്മാരായതിനു ശേഷം പിന്നീട് ആ പ്രതാപം വീണ്ടെടുക്കാൻ ജർമ്മനിക്ക് സാധിച്ചിട്ടില്ല. 2018 ലീഗ് മത്സരങ്ങളിൽ തന്നെ അവർ ഔട്ടായി പോയി. 2022 ലീഗ് മത്സരങ്ങളിൽ അവർ മറഡോണന്റെ തോൽപ്പിച്ചിട്ടാണ് ഒരു തവണ ജർമ്മനി കപ്പ് നേടുന്നത്. അതേപോലെ തന്നെ 2014 അർജന്റീനയുടെ ലയണൽ മെസ്സി നേതൃത്വം കൊടുക്കുന്ന ടീമിനെ തോൽപ്പിച്ചിട്ടാണ് കപ്പ് നേടുന്നത്. അപ്പം വലിയ പ്രഗത്ഭരായിട്ടുള്ള വലിയ ടീമുകളെ തോൽപ്പിച്ച ജർമ്മനി ഈ അടുത്ത കാലത്ത് വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജർമ്മനിക്ക് അവരുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. ജർമ്മൻ ആരാധകർ ലോകത്തൊക്കെ ഉണ്ട്. അവർക്ക് അവരുടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള ഒരു അവസരമാണ്. ജർമ്മനിയിലെ ഗോൾ കീപ്പറെ എന്തോ ഒരു ടീമിലേക്ക് എടുത്തിട്ടുള്ള എന്തോ ഒരു ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ജർമ്മന്റെ ഗോൾ കീപ്പർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ആളാണ്. ജർമ്മനിയുടെ ഗോൾ കീപ്പർ എന്ന് പറയുന്നത് മാനുവൽ ന്യൂയർ എന്ന് പറയുന്ന ആള്. അയാൾക്ക് 40 വയസ്സ് പ്രായമായി. പക്ഷെ ജർമ്മനിന്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് ജർമ്മനിന്റെ കോച്ചിന് 38 വയസ്സ് പ്രായമായിട്ടുണ്ട്. ജർമ്മനിയുടെ കോച്ച് 38 വയസ്സ് പ്രായമുള്ള ആളാണ്. പക്ഷെ ജർമ്മനിന്റെ ഗോൾ കീപ്പർക്ക് 40 വയസ്സായി. ലോകത്തെ ഈ ലോകകപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരിൽ ഒരാളാണ് ന്യൂയർ. അപ്പം ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ടീമിലേക്ക് കൊണ്ടുവന്നതിൽ തന്നെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഏജായിരുന്ന കളിക്കാരന് ഈ മറ്റേ കാവൽപടനായി നിർത്താൻ പറ്റുമോ എന്നതിനെ സംബന്ധിച്ചിട്ടൊക്കെ അവിടെ ചർച്ച നടക്കുന്നു. അപ്പം ഈ കോച്ചിനെ സംബന്ധിച്ചിട്ടും അത് വലിയ വെല്ലുവിളിയാണ് ഇപ്പൊ ഉണ്ടായത്. പരിചയസമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. പരിചയസമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. കാരണം പക്ഷേ ലോകകപ്പിന്റെ യോഗ്യതാ മത്സരങ്ങളിലൊന്നും ന്യൂയർ അല്ല ഗോൾ കീപ്പറായി നിന്നത്. ആ ഗോൾ കീപ്പറെ തന്നെ വീണ്ടും കൊണ്ടുവരണം എന്നുള്ള ആവശ്യം അവിടെ ഉയർന്നുണ്ട്. ഏതായാലും ഈ മത്സരത്തിൽ ജർമ്മനി പരാജയപ്പെടുകയാണ്. അതല്ലെങ്കിൽ ജർമ്മനി വേൾഡ് കപ്പിൽ വേണ്ട രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടില്ലെങ്കിൽ ആ രാജ്യത്ത് തന്നെ വലിയ എതിർപ്പുണ്ടാവും. അതായത് കുറാവോ എന്ന് പറഞ്ഞാല് 1.5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു ടീമാണ് കുറാവോ. നമുക്ക് എഴുതി തള്ളാൻ പറ്റാത്തൊരു ടീമാണ്. കാരണം എന്താ വെച്ചാല് സെനഗൽ ടീം വന്ന സെനഗലിലെ അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. സെനഗൽ ഒരു വന്ന സമയത്ത് ഫ്രാൻസിനെ ഫസ്റ്റ് മത്സരത്തിൽ തന്നെ സെനഗല് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെ ഔട്ടായി പോയി. സെനഗല് ഫ്രാൻസിനെ ഒരു ഗോളിന് തോൽപ്പിച്ചിട്ടാണ് ഫ്രാൻസ് ഔട്ടായി പോണത്. അതുപോലെ തന്നെ കുറാവോ ഒരു അട്ടിമറി നടത്താൻ ചിലപ്പം പ്രഗത്ഭരുടെ ഒരു ടീമായിട്ട് മാറാം. ജർമ്മനിയും കുറാവോയും തമ്മിലുള്ള ഒരു മത്സരം ഒരു ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് ജർമ്മനിയെ അധികം സ്കോർ ചെയ്യുന്നത് ഹൈബോൾ കളിച്ച് ഹെഡറിലൂടെയാണ്. ജർമ്മനിന്റെ പ്രത്യേകത കണ്ടോ, ഏത് വമ്പൻ ടീമുകളെയും വലിയ മാർജിനിൽ അവർ തോൽപ്പിക്കും. കഴിഞ്ഞ 2014 വേൾഡ് കപ്പ് അവർ നേടിയ സമയത്ത് സെമി ഫൈനലിൽ ബ്രസീലിനെ 1-7 ഗോളുകൾക്കാണ് തോൽപ്പിച്ചത്. സ്വന്തം നാട്ടിൽ വെച്ച് ബ്രസീലിൽ വെച്ചിട്ടാണ് കളി നടന്നത്. അതിൽ 7 ഗോളുകൾക്ക് അവർ തോൽപ്പിച്ചത്. അതിനുശേഷം ഫൈനലിൽ അർജന്റീനനെ 1 ഗോളിന് അവർ എക്സ്ട്രാ ടൈമിൽ കിട്ടിയ ഗോളിന് അവർ തോൽപ്പിച്ചു. അതായത് ജർമ്മൻ മാജിക് എന്ന് പറയുന്ന ഏത് ടീമുകളെയും അവർ തോൽപ്പിക്കും. പക്ഷെ ഏത് ടീമുകളോടും അവർ തോറ്റുപോകും. ജപ്പാനോട് വരെ, ഏഷ്യൻ ശക്തികളായ ജപ്പാനോട് വരെ തോറ്റുപോയിട്ടുണ്ട്. ഏഷ്യൻ ശക്തിയാ ജപ്പാനൊക്കെ നമ്മൾ എഴുതി തള്ളാൻ പറ്റൂല. എഴുതി തള്ളല്ല. പക്ഷെ ജർമ്മനിനോട് വെച്ച് നോക്കുന്ന സമയത്ത്, അതായത് ലോതർ മത്യാസിനെ പോലുള്ള, മറ്റേ വോളറെ പോലുള്ള, ക്ലിൻസ്മാനെ പോലുള്ള, മെല്ലാക്ക്, ക്ലോസ്, ഇങ്ങനെയുള്ള പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരുള്ള ഒരു നാട്. അതെ, അവരോട് കളി അത്രയും നല്ല രാജ്യത്തോട് ജപ്പാനൊന്നും അന്ന് അത്ര ശക്തിയായി മാറിയില്ല. പിന്നീടാണ് ജപ്പാനൊക്കെ ആ ജപ്പാനോട് പരാജയപ്പെട്ടു എന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ. അല്ല ജപ്പാനെ നമ്മൾ എഴുതി തള്ളിയിട്ടൊന്നുമില്ല. ഷാൽക്ക പറഞ്ഞതുപോലെ തന്നെ ഈ ഹൈബോൾ കളിക്കുക ഒരു പ്രധാന ഒരു ഹോബിയായിരുന്നു ജർമ്മനിയിൽ. ക്ലോസെ ഹൈബോൾ വരുമ്പോത്തിന് ഹെഡറിൽ അയാള് ഗോള് സ്കോർ ചെയ്യാൻ ഒരു ഹോബി ആയിട്ടുള്ള ഒരു സൗദി അറേബ്യക്കുള്ള കളിയിൽ ജർമ്മനി ക്ലോസെ എത്രയോ ഹെഡർ ഗോളുകൾ നേടിയിട്ടുണ്ട്. മുള്ളർ ഒക്കെ ഒരു ഹെഡിന്റെ ഒരു പ്രധാനപ്പെട്ട ആൾക്കാർ. അതായത് നിങ്ങൾ ജപ്പാനെ പറഞ്ഞത് ഇന്നത്തെ 2ാമത്തെ മത്സരം ഉണ്ട് രാത്രി 1:30
നെതർലാൻഡും ജപ്പാനും തമ്മിലുള്ള മത്സരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമാണത്. അത് ടോട്ടൽ ഫുട്ബോളിന്റെ വക്താക്കളാണ് അതെ, ഹോളണ്ട്. അതായത് ലോകത്തെ ഏറ്റവും മനോഹരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന രാജ്യങ്ങളാണ് ഹോളണ്ട്. അതായത് നെതർലാൻഡ് എന്ന് പറയുന്ന രാജ്യം ഏറ്റവും മനോഹരം. യോഹാൻ ക്രൈഫിന് ഈ ടോട്ടൽ ഫുട്ബോളിന്റെ ഉപജ്ഞാതാവാണ് അയാൾ. ആ യോഹാൻ ക്രൈഫിന് ജന്മം കൊടുത്ത നാടാണ്. അതേപോലെ തന്നെ പ്രതിഭാസമ്പന്നരായിട്ടുള്ള ഒരുപാട് കളിക്കാർ ഹോളണ്ടിൽ നെതർലാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. റോഡ് ഗുളി, വാൻ ബാസ്റ്റൻ, ബർക്കാമ്പ്, അതേപോലെ പാട്രിക് ക്ലിവാർട്ട്, ആര്യൻ റോബൻ, ഇങ്ങനെ ഒരുപാട് കളിക്കാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹോളണ്ടിന്റെ അല്ലെങ്കിൽ നെതർലാൻഡിന്റെ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്ന് വരെ വേൾഡ് കപ്പിൽ ഫൈനലിൽ എത്തിയിട്ടല്ലാതെ മുത്താടാൻ കഴിഞ്ഞില്ല. 3 തവണ ഒരു ഫൈനലിൽ എത്തി, പക്ഷെ ഇന്ന് വരെ അവർക്ക് വേൾഡ് കപ്പ് നേടാൻ സാധിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ അതിമനോഹരമായിട്ട് ഫുട്ബോൾ കളിക്കുന്ന രാജ്യം അവരാണ്. അതെ, ഞങ്ങൾ പറഞ്ഞ പോലെ വെച്ചാൽ ഹോളണ്ടിന്റെ മത്സരം കാണാൻ എല്ലാ ആരാധകരും കൊതിക്കുന്നുണ്ട്. അവരൊരു ഗെയിം ആ ടോട്ടൽ ഫുട്ബോൾ ആയതുകൊണ്ട് ആ സ്പീഡ് മത്സരം ഏത് ടീമിനോട് കാഴ്ച വെക്കുന്നത് കാണാൻ വേണ്ടി ഓറഞ്ച് പട എന്നാണ് അവർ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഡച്ച് പട എന്ന രീതിയിൽ അറിയുന്നത്. ഈ കൊല്ലത്തെ ഓറഞ്ച് ടീമിന്റെ ഈ നെതർലാൻഡ് ടീമിന്റെ പ്രത്യേകത ജസ്റ്റിൻ ടിംബർ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ കിനിയൻ ടിംബർ എന്ന് പറയുന്നത് 2 പേര് സഹോദരങ്ങളാണ്. 2 സഹോദരങ്ങളാണ്. ഒരാള് ജസ്റ്റിൻ ടിംബർ പ്രതിരോധ നിലയിലും കളിക്കുന്ന, കിനിയൻ ടിംബർ മറ്റേ മധ്യനിരയിലും കളിക്കുന്ന 2 സഹോദരങ്ങൾ ആ ടീമിൽ. അതേപോലെ തന്നെ ഹോളണ്ടിന്റെ ഫുട്ബോൾ ഇതിഹാസം പാട്രിക് ക്ലിവർട്ടിന്റെ മകൻ ഇതിൽ കളിക്കുന്നുണ്ട്. പാട്രിക് ക്ലിവർട്ടിന്റെ മകൻ പേര് ഞാൻ ഓർക്കുന്നില്ല, അയാളും ഈ മത്സരത്തിൽ കളിക്കുന്നുണ്ട്. അപ്പം ആവേശകരമായിട്ടുള്ള മികച്ച ടീം തന്നെയാണ് ഇത്തവണയുള്ളത്. പക്ഷേ അത് ജപ്പാൻ എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പില് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ നമ്മുടെ ബെൽജിയത്തെയും സ്പെയിനെയും അട്ടിമറിച്ചിട്ടുണ്ട്. അട്ടിമറികളുടെ ഒരു രാജാക്കന്മാർ തന്നെ നമുക്ക് ജപ്പാനെ സൂചിപ്പിക്കാം. ഏത് ടീമുകളുടെയും ജപ്പാൻ ഇതുപോലെ പാസിംഗ് അക്യുറസി ഭയങ്കരമാണ്. അവിടെ പാസിംഗ് അക്യുറസി ഭയങ്കര, പെട്ടെന്ന് വന്ന് ഗെയിമിൽ അറ്റാക്ക് ചെയ്തിട്ട് സ്കോർ ചെയ്യുക, അതേമാതിരി ഒരേ ലെവലിലേക്ക് താഴത്തേക്ക് കളിക്കാം, വലിയ ടീമുകളെ പിടിച്ചു കെട്ടുക എന്നുള്ള ഒരു അക്യുറസി ജപ്പാൻ എന്ന് പറയുന്ന ടീമിന്. അപ്പോൾ ഹോളണ്ടും ജപ്പാനും നല്ലൊരു മത്സരം തന്നെ ആയിരിക്കും. എന്തായാലും ജപ്പാൻ നമ്മുടെ ആദ്യ തലത്തിലൊക്കെ ജപ്പാൻ ഒരു ദുർബലമായ ടീമായിട്ട് നമ്മൾ കണ്ടിരുന്നു. പിന്നെ കഴിഞ്ഞു വരുന്ന വേൾഡ് കപ്പിലെല്ലാം ജപ്പാൻ അട്ടിമറികൾ സംബന്ധിച്ചിട്ട് മുന്നോട്ട് കുതിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ജപ്പാന്റെ ഒരു മത്സരം ജപ്പാനെ ഈ ആരാധകരെ എഴുതി തള്ളാതെ ഹോളണ്ടും ജപ്പാനുള്ള മത്സരം നല്ല മത്സരമായി. ഏഷ്യയിൽ നിന്ന് ജപ്പാനും കൊറിയയും 2 അട്ടിമറികളുടെ ശക്തികളാണ്. 2 ഖത്തർ സമനില പിടിച്ച്. പക്ഷേ ജപ്പാൻ കൊറിയ നല്ല ഏത് ടീമിനെയും അട്ടിമറിക്കാൻ കഴിവുള്ള ടീം. അപ്പൊ 2 ടീമുകളും നല്ല ടീമാണ്. അപ്പൊ ഇന്നത്തെ 3ാമത്തെ മത്സരത്തില് ഐവറി കോസ്റ്റ് ഇക്വഡോർ മത്സരമാണ്. ഒരു ആഫ്രിക്കൻ രാജ്യവും ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യവും തമ്മിലുള്ള ഒരു മത്സരത്തിനാണ് 3ാമത്തെ മത്സരം നടക്കാൻ പോകുന്നത്. അതൊരു ഇക്വഡോർ ഇത്തവണ ഏറ്റവും മികച്ച ടീമായിട്ടാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ഇക്വഡോറിന് നല്ല പ്രതിഭകളായിട്ടുള്ള കളിക്കാരുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇക്വഡോറിന് ലോക ഫുട്ബോളിൽ അത്ര കണ്ട്, ലോകകപ്പിൽ അത്ര കണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഇത്തവണ ഇക്വഡോറും നല്ല കളികളായിട്ട് ആഫ്രിക്കൻ ശക്തിയാണ്. ഡ്രോഗ്ബ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു താരം കൂടിയാണ്. ആ ഡ്രോഗ്ബന്റെ പിന്മുറക്കാരാണ് ഐവറി കോസ്റ്റ്. അതൊരു നല്ല മത്സരമായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ 4ാമത്തെ മത്സരത്തിൽ ടുണീഷ്യയും സ്വീഡനായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. സ്വീഡനെ സംബന്ധിച്ചോളം പല വേൾഡ് കപ്പിലും അതിമനോഹരമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കും. സ്വീഡൻ നല്ല ടീമാണ്. സ്വീഡന് പ്രമുഖരായ ടീമുകളെ വിറപ്പിക്കുന്ന ടീമുകളാണ്. ജർമ്മനി കുറവോ മത്സരം, അതേപോലെ തന്നെ നെതർലാൻഡ് ജപ്പാൻ മത്സരം, മറ്റേ ടീമുകളുടെ ഒക്കെ മത്സരം വളരെ നല്ല രീതിയിലുള്ള ഒരു മത്സരമായി മാറട്ടെ. അതോടൊപ്പം തന്നെ അവർക്ക് ഇനിയും ഗ്രൂപ്പ് മത്സരങ്ങളിൽ നിന്ന്, ലീഗ് മത്സരങ്ങളിൽ നിന്ന് തുടർന്നും നോക്കൌട്ട് റൗണ്ടിലേക്കും എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ മത്സരങ്ങൾ എല്ലാവരും വീക്ഷിക്കുക. ഇതിൻ്റെ അവലോകനവുമായിട്ട് നാളെ ഞങ്ങൾ വരും. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.